ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മെസ്സി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മാംഗ്ലൂരിൽ മാംഗ്ലൂർ ഉടുപ്പി കഴിഞ്ഞിട്ട് ഹൊന്നാവർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു ഹിഡൻ പ്ലേസ്, അതായത് അധികം ആരും ഒന്നും ഹൊന്നാവറിൽ നിന്ന് വീഡിയോ ചെയ്തിട്ട് കണ്ടില്ല. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൈൻഡ് പീസ്ഫുൾ ആക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. മൈൻഡൊക്കെ ഒന്ന് എന്താ പറയുക, എല്ലാം കൊണ്ടും ഭയങ്കര ഡിപ്രഷനിലുള്ള ആൾക്കാരാണെങ്കിൽ ഒരു എന്താ പറയുക, മെൻ്റലി നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനുള്ളത് ഹൊന്നാവറിലാണ്, മാംഗ്ലൂർ ഉടുപ്പി കഴിഞ്ഞിട്ട് ഹൊന്നാവർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. അപ്പോൾ ഇവിടെ നല്ലൊരു സൂപ്പർ വ്യൂ കാണിച്ചു തരാൻ ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ താമസിച്ച റിസോർട്ടിൻ്റെ ബാൽക്കണിയിലാണ്. അപ്പോൾ റിസോർട്ടിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ റെഡി ആയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. ആയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സ്ഥലം വിട്ട് പോകാൻ തോന്നില്ല. അങ്ങനെ നേരത്തെ രാവിലെ എണീച്ച് പോകേണ്ടതായിരുന്നു, വീട്ടിലൊക്കെ ഇറങ്ങാനുള്ള ബാക്കിയുള്ള സ്ഥലം കൂടി കാണാൻ വിചാരിച്ചിട്ട്. പക്ഷേ ഇന്നെന്തോ ഇന്ന് പോകാൻ തന്നെ തോന്നില്ല. അങ്ങനെ ഇത്രയും ലേറ്റായി. എന്തായാലും ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോകുന്നത് ആ സ്ഥലത്തേക്കാണ്. ഇവിടെ എന്താ പറയുക, ഒരു ജസ്റ്റ് ഒരു വാക്കിൽ നിന്നിട്ട് പോലത്തെ സ്ഥലമുണ്ട്. ഇനിയിപ്പോൾ ഒരു വാട്ടർഫോൾസ് കാണാനുണ്ട്. ഹൊന്നാവരത്തുള്ള ഒരു അടിപൊളി വാട്ടർഫോൾസൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ജസ്റ്റ് എന്തായാലും ഇനി അങ്ങോട്ടേക്ക് പോയി നോക്കട്ടെ. അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ വെക്കേറ്റ് ചെയ്ത് ഞാനപ്പോൾ പോവാണ്. ഇതാണ് ഇപ്പോൾ റൂമിൻ്റെ ഇവരെ വീട്, സ്റ്റേ ചെയ്യുന്ന ഇങ്ങനെ ഒരു ഞാൻ പോവാണ് ഇവിടുന്ന്. ഇനിയിപ്പോൾ നേരെ ഫോൾസിലേക്കായിരിക്കും. ലോക്ക് മണി. ഓക്കെ, ഞാനപ്പോൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് അടുത്തടുത്തായിട്ട് 3 ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. ഒന്ന് അക്ഷരകുണ്ട വാട്ടർഫോൾസ് ആയിരുന്നു, പിന്നെ അതേപോലെ എക്കോ ബീച്ചും, പിന്നെ ഒരു ബോർഡ് വാക്കും ഉണ്ട്. ഇത് 3ആണ് ഇനി നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഓരോന്നായിട്ട്. ഞാനിപ്പോൾ അത് അക്ഷരകുണ്ട വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് അപ്പോൾ അക്ഷരകുണ്ട വാട്ടർഫോൾസ്. അവിടെ താഴെ ആൾക്കാർക്കുള്ള പൊളിക്കുന്നുണ്ട്, അതിനോട് ഞാൻ അവിടുത്തെ വീഡിയോ എടുക്കുന്നില്ല. ഫസ്റ്റ് ടൈം ആയിരിക്കും ഞാനൊരു വാട്ടർഫോളിൽ കണ്ടിട്ട് എന്താ പറയുക താഴെ ഇറങ്ങാണ്ട് പോണേ. അത്രയും തിരക്കുണ്ട് അവിടെ, ഒരു ഇറങ്ങാൻ പറ്റിയൊരു സാഹചര്യമല്ല. എനിക്കിഷ്ടപ്പെടാത്തൊരു വാട്ടർഫോൾസ്. അപ്പോൾ ഇത് ഒരുപാട് ഫോൾസ് വിസിറ്റ് ചെയ്തതിൽ ഈ ഒരു ഫോൾസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ താഴെ ഇറങ്ങാണ്ട് പോകുന്നത്. വാട്ടർഫോൾസ് എന്തായാലും ഇഷ്ടമായിട്ടില്ല, പക്ഷേ അവിടെ ഒരു അടിപൊളി വ്യൂ കാണുന്നുണ്ട്. അതെന്താണെന്ന് പോയി നോക്കട്ടെ. ദൂരയിൽ ബീച്ച് കാണുന്നുണ്ട്. വാവ്, ഞാനിപ്പോൾ എക്കോ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റിൽ അവിടെ എന്താ പറയുക, വെള്ളം അധികമുള്ള കാരണം അങ്ങോട്ടേക്ക് ഇറങ്ങാൻ വിടൂലാന്ന്. അടിപൊളി. അടിപൊളി വ്യൂ ആണ് എക്കോ ബീച്ച്. ബീച്ച് ഇഷ്ടപ്പെടാത്തൊന്നും ആരും ഇല്ല. എന്തായാലും ഞാൻ അടുത്തേക്ക് പോകുന്നില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. അതിനോട് ഞാൻ എന്തായാലും അടുത്തേക്ക് പോകുന്നില്ല. ഹൊന്നാവർ വന്നു കഴിഞ്ഞാൽ കാണാനുള്ളതിൽ ഒന്ന് ഈ ഒരു എക്കോ ബീച്ച് തന്നെയാണ്. പിന്നെ ഒന്ന് നമ്മൾ പോകുന്ന ഒരു എക്കോ ബീച്ച്. പെട്ടെന്ന് തന്നെ ഹൊന്നാവർ ബീച്ച് കവർ ചെയ്യുന്നുണ്ട്. വെയിലുണ്ട്, പക്ഷേ ഈ ഒരു ബീച്ചിൽ ഇത് അറിയുന്നില്ല വെയിൽ കൊള്ളുന്നതൊന്നും. എന്തായാലും അതൊക്കെ ഫുള്ളും തന്നെ തീരെ വെള്ളത്തിൽ ഇറങ്ങാൻ വിചാരിച്ചത്.
ഇതാണിപ്പോൾ ബോർഡ് വാക്കിലേക്കുള്ള ഒരു വഴി. ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് നമ്മളുടെ ഇക്കോ ബീച്ച് ഉള്ളത്. ഇക്കോ ബീച്ചിൻ്റെ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്ത്. ഇനി നമ്മൾ ബോർഡ് വാക്കിലേക്കുള്ള റോഡ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നടക്കണം. കുറച്ച് നടന്നിട്ട് അങ്ങ് എത്തിയിട്ടാകുമ്പോഴാണ് നമ്മൾ ആ ഒരു ബോർഡ് വാക്ക് കിട്ടുന്നത്. ആ ഒരു എൻട്രി സ്ഥലമൊക്കെ ഇങ്ങനെയുള്ളത്. ഈ കാട്ട്ലാക്കാട് എന്നിട്ടാണ് ഇതിൻ്റെ പേരുള്ളത്. അപ്പോൾ മാംഗ്രോവ്സ്, ഇത് മാംഗ്രോവ് ബോർഡ് വാക്കാണിത്. ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. അത് ഊഞ്ഞാലൊക്കെ ആടണമെങ്കിൽ ചുറ്റും കാടിലോട്ട് അങ്ങനെ ഒരു ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്തായാലും അടിപൊളി. ഇതാണിപ്പോൾ ഹൊന്നാവറിലുള്ള ബോർഡ് വാക്ക്. അടിപൊളി. രണ്ട് സൈഡിലും ഇതേപോലെ കാടിലോട്ട് ഇതേപോലെ എന്താ പറയുക ഒരു ബോർഡ് വാക്ക്, ആ ഒരു വാക്കിംഗ് പ്ലേസ് ആക്കി വെച്ചിട്ടുണ്ട്. എന്താ രസം. ഇതിലോട്ട് വൈകുന്നേരമൊക്കെ അടിപൊളിയായിരിക്കും. ഇപ്പം നല്ല വെയിലുണ്ട്. ഞാൻ ഉച്ച സമയത്താണ് വന്നത്. അടിപൊളി വെയിലുണ്ട്. അടിപൊളിയായിരിക്കും. എന്താ രസമല്ലേ. ഇതൊക്കെ കാണണമെങ്കിൽ ഇത്രയും ദൂരം വരണമെന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഇത് കാണണമെങ്കിൽ ഇത്രയും ദൂരം വരണമെന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളെ ഒരു ബോർഡ് വാക്ക്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു വൈകുന്നേര സമയമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി രസമായിരിക്കും. രണ്ട് സൈഡിലും ഇതേപോലെ കാടും ഇതിലോട്ട് ഇങ്ങനെ നടക്കാനും അടിപൊളി. ഇതേപോലത്തെ സ്ഥലമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സൂപ്പറായിരിക്കും. കുറച്ച് ബോട്ടൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. എന്തായാലും അടിപൊളി. ഞണ്ട് ഇതാണപ്പോൾ ആ ഒരു വാക്കിലൂടെ നടന്നിട്ടുള്ളൊരു വ്യൂ. അങ്ങനെ അക്കൻ്റെ ഷോപ്പിലത്തെ മച്ചിക. ഇതാണിപ്പോൾ ഹൊന്നാവറിലെ വിശേഷം. എൻ്റെ ആ ഒരു ഡേ ഇങ്ങനെയായിരുന്നു. ഈ ഒരു 3 സ്ഥലത്തേക്ക് പോയി. ഞങ്ങൾ തലേ ദിവസം പ്ലാൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അന്ന് അവിടെ തന്നെ സ്റ്റേ ആണ്ടി വരും. 10 ദിവസം ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ കാണാൻ പോകാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് ദൂരം ട്രാവൽ ഉണ്ട്. ഇപ്പോൾ കൂർഗിൽ നിന്ന് വരികയാണെങ്കിൽ തന്നെ ഒരു 300-400 കിലോമീറ്റേഴ്സ് വരുന്നുണ്ട് ഇവിടത്തേക്ക് എത്താണെങ്കിൽ. അതേപോലെ തന്നെ ആയിരിക്കും കേരളത്തിൽ നിന്ന് ആടുന്ന ലൊക്കേഷൻ ഇട്ട് വരുമ്പോൾ. എന്തായാലും നല്ല എന്താ പറയുക പീസ്ഫുള്ളാണ്. നല്ല അടിപൊളി. ഫാമിലിക്കും കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലം വേണം പറയാൻ. ഈ ഒരു ബോർഡ് വാക്കും അതേപോലെ എക്കോ ബീച്ചും നമ്മളെ ആ ഒരു വാട്ടർഫാൾസ് മാത്രം അവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റുന്നതിനോട് അവിടെ നല്ല തിരക്കായിരുന്നു. മറ്റെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.